മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി ഫണ്ട് പിരിച്ച് ദുർവിനിയോഗം നടത്തിയ UDFന്റെ നിലപാടിനെതിരെ മനുഷ്യ ചങ്ങല തീർത്ത് പ്രതികരിക്കുമെന്ന് ഇടതു ജനാധിപത്യ മുന്നണി വയനാട് ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൽപ്പറ്റയിൽ സെപ്റ്റംബർ 19 4 മണിക്കാണ് മനുഷ്യ ചങ്ങല തീർക്കുക. വയനാടിനോടുള്ള പ്രിയങ്ക വദ്ര MPയുടെ അവഗണനയ്ക്കെതിരെയും കേന്ദ്രത്തിന്റെ ദുരന്തബാധിതരോടുള്ള അവഗണനയ്ക്കെതിരെയും എൽസ്റ്റൺ എസ്റ്റേറ്റ് മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകാത്തതും മനുഷ്യ ചങ്ങലയിൽ പ്രതിഷേധമായി ഉയരും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി സമാഹരിച്ച ഫണ്ട് ദുർവിനിയോഗം ചെയ്ത കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ലീഗ് നിലപാടിനെതിരെ പ്രതിഷേധ സ്വരമുയർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 19 കൽപ്പറ്റയിൽ പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കും. യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപനം നടത്തി സമാഹരിച്ച ഫണ്ട് തട്ടിപ്പ് ദുരന്തബാധിതരോടുള്ള അവഹേളനമാണ്. അതേസമയം യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് സംബന്ധിച്ച് ജനങ്ങളോട് കണക്ക് വെളിപ്പെടുത്തണമെന്നും കോൺഗ്രസ് ആപ്പ് ഉപയോഗിച്ച് പിരിച്ച ഫണ്ട് സംബന്ധിച്ച വസ്തുതകൾ വെളിപ്പെടുത്തണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ആകെ 88 ലക്ഷം രൂപ സമാഹരിച്ചു എന്നാണ് പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ആ പണത്തെ സംബന്ധിച്ച് നാട്ടിലെ ഞങ്ങളോട് പറയാനുള്ള ബാധ്യത യൂത്ത് കോൺഗ്രസിനുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കമ്പോള വിലയേക്കാൾ 10 മടങ്ങ് വില നൽകി തോട്ടഭൂമി ബോധപൂർവം വാങ്ങി സാമ്പത്തിക ദുർവിനിയോഗം നടത്തിയിരിക്കുകയാണ്. വീട് നിർമ്മാണത്തിന് 105 അപേക്ഷകരുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത് തലയൂരാനുള്ള ലീഗിന്റെ നടപടി അധാർമികവും അപേക്ഷകരോടുള്ള വഞ്ചനയുമാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ വ്യക്തമാക്കി. കൽപ്പറ്റ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടന്ന വൻ സാമ്പത്തിക തട്ടിപ്പിൽ MLAയുടെ നിലപാട് ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും അവർ പറഞ്ഞു. കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലുണ്ടായ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ലീഗും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം വലിയ പണപ്പിരിവും മറ്റു കാര്യങ്ങളും നടത്തി വലിയ തട്ടിപ്പിന്റെ വാർത്തകൾ കൊടുത്തു വരുന്നത്. എന്താണ് MLAയുടെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറുണ്ട്. പ്രധാന പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന MPയുടെ നിലപാടിനോട് MLAക്ക് യോജിപ്പുണ്ട്. ഒരു ജനപ്രതിനിധി നിലയ്ക്ക് MLAക്ക് അതിനോട് യോജിപ്പുണ്ട്. ദുരന്തബാധിതരുടെ 1ാം ജന്മവാർഷിക ദിനത്തിൽ വരുന്നില്ല. വയനാടിന്റെയും നാടിന്റെയും സ്വപ്ന പദ്ധതിയായ തുരങ്കപാത ഉദ്ഘാടനത്തിന് വരുന്നില്ല. ഒരു കാര്യങ്ങൾക്കും വരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വയനാട് MP പൂർണ്ണ പരാജയമാണ്. ചൂരൽമല ദുരന്തബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകാനുള്ള സാമാന്യ മാനുഷിക നിലപാട് പോലും വയനാട് MP സ്വീകരിച്ചില്ല. വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും MP വന്നില്ല. ദുരന്തം നടന്നിട്ട് 1 വർഷം പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി നൽകേണ്ട സാമ്പത്തിക സഹായം പോലും കേരളത്തിന് നൽകിയില്ല. സംസ്ഥാന സർക്കാർ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ച് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗതിയിലാണെന്നും അവർ പറഞ്ഞു. കൈരളി ന്യൂസ്, വയനാട്.